മക്കളെ പറയുന്നത് കേൾക്കാവോ? വീഡിയോ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾക്ക് ഇന്നത്തെ ക്വാഡ്രാറ്റിക് ഫോം നോക്കാം കേട്ടോ. അതില് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പ്രോബ്ലം ചെയ്യുന്ന നേരത്തെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഇന്നലെ ചെയ്തത് ഇതേപോലത്തെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാ കേട്ടോ. ഫൈൻഡ് ഔട്ട്, ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് തരുന്നുണ്ട് എന്തായാലും നോട്ട്സിൽ. തൽക്കാലം ശ്രദ്ധിച്ച് കേൾക്കുക ക്വസ്റ്റ്യൻ, ആവശ്യമുള്ളത് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഫൈൻഡ് ഔട്ട് വാട്ട് ടൈപ്പ് ഓഫ് കോണിക് സെക്ഷൻ ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഫോം റെപ്രസെന്റ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് കോണിക് സെക്ഷൻ ആണ് നമ്മൾക്ക് തരുന്ന ക്വാഡ്രാറ്റിക് ഫോം റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ മേ ബി നമുക്ക് തരുന്ന ക്വാഡ്രാറ്റിക് ഫോം മേ ബി ഒരു സ്ട്രേറ്റ് ലൈൻ ആവാം, സർക്കിൾ ആവാം, ഹൈപ്പർബോള ആവാം, എലിപ്സ് ആവാം. ഇങ്ങനെയുള്ള ഏത് കോണിക് സെക്ഷൻ ആണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോം റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് കോണിക് സെക്ഷൻ. സെക്കൻഡ്, ആൻഡ് ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു പ്രിൻസിപ്പൽ ഫോം ഓർ കനോണിക്കൽ ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതാണ്. ഓൾസോ find the nature of the quadratic form. അപ്പൊ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് കോണിക് സെക്ഷൻ, ഏത് കോണിക് ആണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോം റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ, ട്രാൻസ്ഫോം ദ ക്വാഡ്രാറ്റിക് ഫോം ഇൻടു പ്രിൻസിപ്പൽ ആക്സിസ് ഫോം ഓർ കാനോണിക്കൽ ഫോം. ഓക്കെ, then third one, find the nature of the quadratic form. ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, what type of conic section എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നമുക്കറിയാം, ഒരു ക്വാഡ്രാറ്റിക് ഫോം തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അതിനെ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് Q എഴുതിയെടുത്തോളൂ കേട്ടോ. ക്വാഡ്രാറ്റിക് ഫോം മാത്രം എല്ലാവരും എഴുതുക. Q is equal to 17x1 square minus 30x1 x2 plus 17x2 square is equal to 128. ക്വാഡ്രാറ്റിക് ഫോം എല്ലാവരും എഴുതാം. 17x1 square minus 30x1 x2 plus 17x2 square is equal to 128. Repeated രണ്ടോ മൂന്നോ തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. സോ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. So first we have to find what type of conic section the quadratic form represents. അപ്പൊ അതിന് ആദ്യം എന്താ ചെയ്യേണ്ട, ഏത് ക്വസ്റ്റ്യൻ തന്നാലും ആദ്യം നമ്മൾ അതിനെ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, Q is equal to x transpose A, x ഫോർമുല എഴുതാന്ന് നമ്മൾ പഠിച്ചു അല്ലേ. where x transpose ആദ്യം x എന്താണെന്ന് മനസ്സിലാക്കുക. x1 x2 ഇവിടെ തന്നിരിക്കുന്ന അൺനൗൺസ്, രണ്ട് അൺനൗൺസ് ഉണ്ട്, x1 and x2. So capital X is equal to x transpose, then it is A, then x. Okay, x transpose A, x. Here x is equal to x1, x2. X transpose ചെയ്താൽ എന്താ പറയാ, ആ മെട്രിക്സിന്റെ കോളം മെട്രിക്സിന്റെ ട്രാൻസ്പോസ് റോ മെട്രിക്സ്, that is x1, x2. Then we have to find A. എന്നാലും കുറെ പേര് ക്ലാസ്സിൽ ഇല്ലായിരുന്നു, ശ്രദ്ധിച്ചോളൂ. എങ്ങനെയാണ് മെട്രിക്സ് A നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആദ്യം x1 x2 സ്ക്വയർ ടേംസ് നോട്ട് ചെയ്യുക. x1 സ്ക്വയർ x2 സ്ക്വയർ നോട്ട് ചെയ്യുക. എപ്പോഴും x1 x2 തന്നെ തരണമെന്നില്ല, അതിന് പകരം x y z തരാം. അതൊക്കെ ശ്രദ്ധിച്ചോളാം കേട്ടോ. അത് സ്ക്വയർ ടേംസ് നോട്ട് ചെയ്യുക, അതിന്റെ കോഎഫിഷ്യൻസ് ഡയഗണൽ എലമെന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. സോ x1 സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 17, x2 സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഓൾസോ 17. സോ ഡയഗണൽ എലമെന്റ്സ് കിട്ടി. മാത്രമല്ല രണ്ട് അൺനൗൺസ് ആണ് ഇവിടെ ഉള്ളത്, x1 x2. സോ വി ഹാവ് ടു ഫോം എ 2x2 മെട്രിക്സ്. ഓക്കെ, മൂന്ന് അൺനൗൺസ് ഉണ്ടെങ്കിൽ 3x3 മെട്രിക്സ് ഫോം ചെയ്യണം. ഇവിടെ
two unknowns ആണുള്ളത്. So we have to form a 2 by 2 matrix. Then ഇവിടെ എഴുതേണ്ട എലമെന്റ്സ് ഏതാന്ന് വെച്ചാൽ x1 x2 ന്റെ കോഎഫിഷ്യന്റ് നോട്ട് ചെയ്യും. x1 x2 ന്റെ കോഎഫിഷ്യന്റ് -30 ആണ്. അതിനെ by 2 ചെയ്യും. ഡിവൈഡഡ് by 2 ചെയ്താൽ എന്താ കിട്ടുക? -15 കിട്ടും. ആ -15 എവിടെ എല്ലാം എഴുതണം? ഇവിടെ -15 എഴുതണം. Okay, 1 2 2 1 x1 x2. So positions note cheya 1 2 2 1 ennulla position il 1 2 ennulla position idana 2 1 ennulla position idana aa rendu position il ee thanirikkunna term inde paguthi, that is -30 by 2 cheyidane secha 1 2 2 1 ennulla position il ezhuthi vekkum. Okay, so -50 -50. So x transpose A x. So A ennulla matrix kitti. Okay, അടുത്തത് ചെയ്യേണ്ടത് we have to find the eigen values corresponding to the characteristic equation of the matrix A. എല്ലാവരും ഒന്ന് കണ്ടുപിടിക്കുക. A എന്നുള്ള മെട്രിക്സ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. Then we have to find the eigen values from the characteristic equation. ഈ മെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് characteristic equation എഴുതും. വളരെ പെട്ടെന്ന് ചെയ്യണം കേട്ടോ. ഈ സ്പീഡ് ആയിട്ട് ചെയ്യണം. Find the characteristic equation. Characteristic equation നിന്ന് solution കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ eigen values കിട്ടും. The quadratic form can be represented by Q is equal to x transpose AX, where A is a real symmetric matrix. Eigen values കിട്ടിയാലൊന്ന് പറയണേ. Characteristic equation എന്താ? It's lambda square minus 34 lambda plus 64 is equal to 0. This is the characteristic equation from the matrix A. Then find the eigen values. Then the solution കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ eigen values കിട്ടും. Say quadratic equation. Use calculator. അല്ലാതെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്തു. Calculator യൂസ് ചെയ്താൽ മതി എന്ന് ഞാൻ പറയാം. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് മൈനസോ ഒരു മൈനസ് സൈൻ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം തന്നെ ഐഗൻ വെക്ടറിൽ മിസ്റ്റേക്ക് വരും. Got the eigen values. Eigen values കിട്ടിയാൽ പറയാം കേട്ടോ മക്കളെ. X1 2,32. Right answer. 2,32 is the the eigen values 2,32. Okay, ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇനി ആരംഭം ചെയ്യാൻ നിൽക്കണ്ട. We got the eigen values 232. അപ്പോൾ രണ്ട് eigen values കിട്ടും. പിന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ 2 and 32. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോട്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് വാട്ട് ടൈപ്പ് ഓഫ് കോണിക് സെക്ഷൻ ആണ് ചോദിച്ചത്. ഏത് കോണിക് ആണെന്ന് അറിയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. പ്രിൻസിപ്പൽ ഫോം അല്ലെങ്കിൽ കാനോണിക്കൽ ഫോമിൽ നമ്മൾ പഠിച്ചിരുന്നു. Any quadratic equation, any quadratic form can be represented using eigen values. Eigen values use ചെയ്തുകൊണ്ട് Q represent ചെയ്യാൻ നമ്മൾ പഠിച്ചു. That is lambda 1 y1 square. എത്ര eigen values ഉണ്ട്? രണ്ട് eigen values ആണ്. So lambda 1 y1 square and lambda 2 y2 square. Okay. Lambda 1 എന്ന് പറയുന്നത് ഒരു eigen value we got as 2. So 2 y1 square plus 32 y2 square. Okay. Also Q is equal to 128 എന്ന് കൂടി തന്നിരുന്നു. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ Q is equal to 17x1 square minus 30x1 x2 plus 17x2 square is equal to 128 എന്ന് ഞാൻ തന്നിരുന്നു. ഒരു കോൺസ്റ്റന്റ് ടേം അവിടെ തന്നിരുന്നു. ഇവിടെ ആ കോൺസ്റ്റന്റ് ടേം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Okay. So
ആ ക്യൂവിന്റെ കോൺസ്റ്റന്റ് ടേം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ട്, y1 ആൻഡ് y2. നിങ്ങൾ y1 y2 ആയിട്ട് അത് കൺസിഡർ ചെയ്യേണ്ട. മേ ബി നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് നിങ്ങൾക്കറിയാം, സർക്കിളിന്റെ ഇക്വേഷൻ, എലിപ്സിന്റെ ഇക്വേഷൻ, സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾ പഠിക്കുന്ന എക്സ് ആൻഡ് വൈ എന്നുള്ള രണ്ട് വേരിയബിൾസിനാണ്. ഇവിടെ എക്സ് ആൻഡ് വൈ എന്നുള്ള വേരിയബിൾസിന് പകരമാണ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ആർ യൂസിങ് y1 ആൻഡ് y2. ഓക്കെ, ഇപ്പൊ ഇത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സിൽ എഴുതി തരാം. നിങ്ങൾ ആദ്യം അങ്ങനെ ചെയ്ത് പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്നത് മാത്രം. അതാരും എഴുതി എടുക്കണ്ട കേട്ടോ. ഈ ഫോമിലുള്ള ഒരു ഇക്വേഷൻ ആണത്. ഓക്കെ, ഇത് ഏതിന്റെ ഇക്വേഷൻ ആണെന്ന് ആർക്കെങ്കിലും പറയാം? ഏത് കോണിക്കിന്റെ ഇക്വേഷൻ അത്? സർക്കിൾ, എലിപ്സ്, സ്ട്രേറ്റ് ലൈൻ, ഏത് ഇക്വേഷൻ ആയിരിക്കാം? Anyone? Or the equation? Equation of cone, circle, ellipse. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ? എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ കോണ് പറഞ്ഞു, എലിപ്സ് പറഞ്ഞു, സർക്കിൾ പറഞ്ഞു. ഇനി ഏതൊരു ആൻസർ? ഈ മൂന്ന് പേര് പറഞ്ഞതിൽ ഏതാ ശരിയെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഡിഫറെന്റ് ആയിട്ടുള്ള വല്ല ആൻസേഴ്സ് എന്തെങ്കിലും പറഞ്ഞു? സനിൽ എലിപ്സ്, ഹരി എലിപ്സ്, എലിപ്സിൽ തന്നെ പിടിച്ചു നിൽക്കേണ്ട കുറെ പേര്. ഇനി ഏത് ആൻസർ? നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ എന്ന് അറിയാൻ ഒരു കാര്യം പറഞ്ഞുതരാം ആദ്യം തന്നെ. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ വന്നിട്ടുണ്ടെങ്കിൽ പ്ലസ് കൂടിയാണേല് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ അതിന്റെ അവിടെ സൈന് കൂടി കൺസിഡർ ചെയ്ത് പറയുക. രണ്ടും പ്ലസ് ആണ് അല്ലെ, എക്സ് സ്ക്വയറിന്റെ മുന്നിലുള്ള സൈനും വൈ സ്ക്വയറിന്റെ മുന്നിലുള്ള സൈനും പ്ലസ് ആണേല് ഐദർ എലിപ്സ് ഓർ സർക്കിൾ ആവാം. രണ്ട് സാധ്യത ഉണ്ട്, എലിപ്സോ സർക്കിൾ ആവാം. ഒരു മൈനസ് വന്നിട്ടുണ്ടേല് അത് മിക്കവാറും ഹൈപ്പർബോള ആയിരിക്കും. അതിനുള്ള എല്ലാ എക്സാമ്പിൾസും ഞാൻ തരാം കേട്ടോ, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒന്നിലേല് എലിപ്സ് ആവാം, അല്ലെങ്കിൽ അത് സർക്കിൾ ആയി മാറാം ഇക്വേഷൻ. അപ്പൊ നമുക്ക് എലിപ്സ് ആണോ സർക്കിൾ ആണോ എന്നുള്ളത് നോക്കാം. 128 ഉണ്ടല്ലോ ഇവിടെ. നിങ്ങൾക്ക് എലിപ്സിന്റെ ഇക്വേഷൻ ഒക്കെ സംശയം തോന്നുന്നവർ സാധാരണ എന്താ ചെയ്യാം? ഇവിടെ നമുക്ക് എന്താ വേണ്ട? എലിപ്സിന്റെ ഇക്വേഷനിൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണ് അല്ലെ. ഈ ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് എലിപ്സിന്റെ ഇക്വേഷൻ. അപ്പൊ ഈക്വൽ ടു 1 കിട്ടിയിരുന്നതിൽ അത് എലിപ്സ് ആവുമായിരുന്നു. എലിപ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മള് ഇവിടെ 1 ആക്കാനായിട്ട് എല്ലാത്തിനെയും 128 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 128 എല്ലാ ടേമും മനസ്സിലായോ? അപ്പൊ അത് ആദ്യം ചെയ്ത് നോക്കുക. നമുക്ക് എന്താ ഇക്വേഷൻ വരുന്നത് നോക്കാം. സോ y1 സ്ക്വയർ ബൈ, ഇവിടെ എക്സിന് പകരം y1 ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ തൽക്കാലം ഞാൻ എക്സിൽ എഴുതിയതേ ഉള്ളൂ, വേണേൽ മാറ്റി എഴുതാം. 64 പ്ലസ് y2 സ്ക്വയർ ബൈ 32 ആണ്. ഓക്കെ, ഇസ് ഈക്വൽ ടു 1 ഈക്വൽ ടു 1. എക്സ് വൈക്ക് പകരം ഞാൻ തിരിച്ച് y1 y2 എഴുതിയിട്ടുണ്ട്. സോ ഇത് ഫോം ആണ്. എക്സ് സ്ക്വയർ ബൈ 64 പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ഫോമിലാണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് ഇക്വേഷൻ ഓഫ് എലിപ്സ് ആണ്. സർക്കിൾ ആണെങ്കിൽ എങ്ങനെ വരത്തില്ല അറിയാലോ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. നിങ്ങൾക്ക് സർക്കിളിന്റെ കാര്യം കണ്ടു കഴിഞ്ഞാൽ അറിയാം. സോ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ഇക്വേഷൻ ഓഫ് എലിപ്സ് ആണ്. ഇത്ര അറിഞ്ഞാൽ മതി. ഏത് കോണിക്കാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ കോമേറ്റഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ്. Therefore the given quadratic form represents an അപ്പൊ ഏത് കോണിക്കാണെന്ന് കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. എലിപ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി തെറ്റിക്കരുത് കേട്ടോ. ഏത് കോണിക്കാണെന്ന് കണ്ടുപിടിക്കാൻ മനസ്സിലായി. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു പ്രിൻസിപ്പൽ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഫോം ഓർ കനോണിക്കൽ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്തിരിക്കണം? ഏത് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മളത് പ്രിൻസിപ്പൽ ഓർ കനോണിക്കൽ ഫോമിലേക്ക് മാറ്റുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു ഈ ഒരു ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക്കിനെ പ്രിൻസിപ്പൽ ആക്സിസ് ഫോം ഓർ കനോണിക്കൽ ഫോമിലേക്ക് മാറ്റുന്നത്. മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാമത്, കുഴപ്പമില്ല. രണ്ട് ഐഗൺ വാല്യൂസ് അല്ലേ നമുക്ക് തന്നിട്ടില്ല, ഇപ്പൊ വേഗം ചെയ്യും. ഇനി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൈ ഈ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടാണെന്ന് ഞാൻ പറഞ്ഞു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ കനോണിക്കൽ ഫോമിലേക്ക് മാറ്റും. പ്രിൻസിപ്പൽ ആക്സിസ് ഫോം ഓർ കനോണിക്കൽ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ട്രാൻസ്ഫോം ആണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചത്.
ഓക്കെ, ഏത് ട്രാൻസ്ഫോം ആണ്? എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൈ എന്നുള്ള ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓർ കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റുന്നത്. ഇത് കണ്ടുപിടിക്കണം. യു ഹാവ് ടു ഫൈൻഡ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൈ. ഇതില് ഇതൊക്കെ അൺനോൺസ് ആണ്, ഇതൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇത് മാത്രം നമ്മൾ കണ്ടുപിടിക്കും. ക്യാപിറ്റൽ എക്സ്, ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് ഈ എക്സ് അല്ലാട്ടോ, വേണമെങ്കിൽ ഞാൻ ടേംസ് വേണമെങ്കിൽ മാറ്റി തരാം. ഈ ക്യാപിറ്റൽ എക്സ് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഒരു പി എന്നുള്ള ലെറ്റർ വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യും. വേറെ ഏതെങ്കിലും മെട്രിക്സ് റെപ്രസെന്റേഷൻ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് മുന്നത്തെ ക്യാപിറ്റൽ എക്സ് അല്ല കേട്ടോ മക്കളെ, ശ്രദ്ധിക്കുക. ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മുന്നേ ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിച്ചിരുന്നു. ആ ഐഗൺ വെക്ടേഴ്സിനെ ഒരു മെട്രിക്സ് ആയിട്ട് എഴുതാറുണ്ട്. അതാണ് ക്യാപിറ്റൽ എക്സ്. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഡയഗണലൈസേഷൻ അവിടേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ എക്സ് യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യുന്നു. സോ അടുത്ത എന്താ ചെയ്യേണ്ടത്? ഈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൈ എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുക. അതെല്ലാം നോർമലൈസ് ചെയ്ത് കൂടി എഴുതണം. കാരണം ട്രാൻസ്പോസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഫോർമുല നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ കണ്ടുപിടിക്കുന്ന മെട്രിക്സ് സോറി ഐഗൺ വെക്ടേഴ്സ് എല്ലാം നോർമലൈസ് ചെയ്തിട്ട് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ഫൈൻഡ് the eigenvector corresponding to lambda is equal to 2. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ഒന്ന് കണ്ടുപിടിച്ചേ മക്കളെ. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 32 കൂടി കണ്ടുപിടിക്കും. ഓക്കെ, നോർമലൈസ് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ കേട്ടോ. ഓർത്തോഗണലിൽ ചെയ്തിട്ടുണ്ട്. വെക്ടർ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അതിനെ നോർമലൈസ് ചെയ്യാം. യൂണിറ്റ് വെക്ടർ ആക്കുന്ന ഒരു ഫോമാറ്റ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതുപോലെ വേണം ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാൻ കേട്ടോ. x1 സ്റ്റാർ അല്ലെ, അങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കും. ഒന്ന് ചെയ്യുക എല്ലാവരും, അപ്പോഴത്തേക്ക് ഞാൻ അറ്റൻഡൻസ് എടുക്കും. ആൻസർ കിട്ടിയോ മക്കളെ? ഐഗൺ വെക്ടർ കിട്ടിയോ? നോർമലൈസ് ചെയ്തിട്ട് പറയണേ കേട്ടോ. Today's absentees Ajmal, Aparna, Atul V Menon, Farshan, Nihal, Sadiq. ഐഗൺ വെക്ടർ കിട്ടിയവരെന്ന് പറയാം.
ഓക്കെ ഓക്കെ എടാ. കുറെ പേര് ഗൂഗിൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അത് 5 ക്വസ്റ്റ്യൻസ് മക്കൾക്ക് തന്നത്. ഞാൻ പറഞ്ഞു ഹോംവർക്ക് പോലും തരാതെയാണ് ആ ഒരു 5 ക്വസ്റ്റ്യൻസ് തന്നത്. വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി അല്ലായിരുന്നു തന്ന്. അത് സബ്മിറ്റ് ചെയ്യാത്ത കുറേ പേരുണ്ട്. ആർക്കും ഐഗൺ വെക്ടർ കിട്ടിയില്ലേ? ലാംഡ ഈക്വൽ ടു 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ സ്പീഡായിട്ട് ചെയ്യണം മക്കളെ. ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. ഐഗൺ വെക്ടറിന് തന്നെ ഒരുപാട് സമയം എടുക്കരുത്. നോർമലൈസ് ചെയ്തിട്ടുള്ള ഐഗൺ വെക്ടർ വേണം പറയാൻ. x1 സ്റ്റാർ eigenvector corresponding to lambda is equal to 2. എത്ര സമയമൊക്കെ വേണം നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ? ആൻസർ കിട്ടിയോ മക്കളെ? ലാംഡ ഈക്വൽ ടു 2 കറസ്പോണ്ടിങ് ഐഗൺ വെക്ടർ. എത്ര സമയമൊക്കെ ഉണ്ടോ? അനിരുദ്ധ് -1/√2 1/√2 മൈനസ് വരുന്നുണ്ടോ? ഒരു സൈൻ മാറിക്കഴിഞ്ഞാൽ എല്ലാം മിസ്റ്റേക്ക്. 1/√2 1/√2 വിസ്മയ കറക്റ്റ്. നെഗറ്റീവ് ഇല്ല കേട്ടോ. ഇനി ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തോളാം. നെഗറ്റീവ് ഇല്ല. ഇവിടെ കിട്ടുന്നത് രണ്ടും 1/√2 ആൻഡ് 1/√2. നോ നെഗറ്റീവ് സൈൻ. ശ്രദ്ധിച്ച് വേണം എഴുതാൻ കേട്ടോ. നമ്മൾക്ക് കിട്ടുന്ന ഐഗൺ വെക്ടേഴ്സ് ഒരിക്കലും ഡിപ്പെൻഡന്റ് ആയിരിക്കില്ല. ഒരേപോലെയുള്ള ഐഗൺ വെക്ടേഴ്സ് ഒരിക്കലും കിട്ടില്ല. നെക്സ്റ്റ് ലാംഡ ഈക്വൽ ടു 32 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ. ഐഗൺ വെക്ടർ പക്ഷെ ഒരൊറ്റ സ്റ്റെപ്പിൽ ചെയ്യാവുന്നതേ ഇല്ല കേട്ടോ. വളരെ പെട്ടെന്ന്, 1 മിനിറ്റ് പോലും ആവശ്യമില്ല. ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇക്വേഷൻ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു രണ്ടും ഡിപ്പെൻഡന്റ് ഒക്കെ വരികയാണ്. ഫോർ എക്സാമ്പിൾ ഇത് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെയാണോ മെട്രിക്സ് വന്നേ? മെട്രിക്സ് A-32 ആയി ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതാണ് അല്ലെ. ഇത് രണ്ടും ഡിപ്പെൻഡന്റ് അല്ലേ. 2 റോസ് ഡിപ്പെൻഡന്റ് ആണേൽ റോ റെഡ്യൂസ്ഡ് ഫോം ചെയ്യുമ്പോഴത്തേക്കും എന്താവും? 0 0. അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഏത് 2 റോസും ഡിപ്പെൻഡന്റ് ആണേൽ, ഡിപ്പെൻഡന്റ് മീൻസ് വൺ ഇസ് ദ മൾട്ടിപ്പിൾ ഓഫ് അതർ. യെസ് മദൻ രാജ് -1/√2 1/√2. ഓക്കെ, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാനത് പറഞ്ഞിരുന്നു. റോസ് ഡിപ്പെൻഡന്റ് വരികയാണെങ്കിൽ 1 is the multiple of other ആ ഫോമിൽ വരികയാണെങ്കിൽ നിങ്ങൾ അത് ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ടതില്ല. ജസ്റ്റ് അങ്ങ് എടുത്ത് എഴുതിക്കോളും. ആ റോ കംപ്ലീറ്റ് ആയിട്ട് 0 തന്നെ ആയിരിക്കും. റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് മൈനസ് ചെയ്ത് ഒന്നും നോക്കണ്ട. ഓക്കെ, 0 0 നിങ്ങൾ എടുത്ത് എഴുതിക്കോളും. ഓക്കെ, അടുത്ത ആൻസർ എന്താ കിട്ടിയ പറഞ്ഞത്? -1/√2 1/√2. ഓക്കെ, അനിരുദ്ധ ആയിരുന്നു ആദ്യം ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് വന്നിരുന്നു. അനിരുദ്ധ കണ്ടോ, -1/√2 തന്നെയാ കിട്ടിയത്. ഒരിക്കലും സെയിം ഐഗൺ വെക്ടേഴ്സ് കിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് കിട്ടത്തില്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നും പറഞ്ഞ് കറക്റ്റ് ചെയ്യണം കേട്ടോ.
സോ നമുക്ക് രണ്ട് ഐഗൺ വെക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ് ആയിട്ട് represent. Okay, so capital X is equal to 1 by root 2, 1 by root 2, minus 1 by root 2 and 1 by root 2. Okay, capital X കിട്ടി. ഇനി നമുക്ക് ആ ട്രാൻസ്ഫോം കൂടി കണ്ടുപിടിക്കാം. X is equal to capital X into Y. അതുകൂടി ഇനി ചെയ്യും. ഓക്കെ, അപ്പൊ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായല്ലോ ക്യാപിറ്റൽ എക്സ് എങ്ങനെ ഫോം ചെയ്തു. നോർമലൈസ് ചെയ്തിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് ആണ് നമ്മൾ ക്യാപിറ്റൽ എക്സിൽ എഴുതിയിരിക്കുന്നത്. Then we have to find x is equal to xy. x എന്ന് പറയുന്നത് ഇവിടെ സ്മോൾ x എന്ന് പറയുന്നത് നമ്മുടെ എക്സിന്റെ അൺനൗൺസ് ആണ്. ഏതൊക്കെ അൺനൗൺസ് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് x1 x2 അല്ലേ. x1 x2 ആണ് നമ്മൾ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ് ശരിക്കും എഴുതിയത്. അത് വേണേലും പിന്നെ ഞാൻ മാറ്റി ടേമിനി എഴുതുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ വേണമെങ്കിൽ ഇങ്ങനെ പഠിക്കണം. py ഈ ഫോമിൽ വേണേലും നിങ്ങൾക്ക് പഠിക്കാം. ക്യാപിറ്റൽ എക്സും വൈയും തിരിഞ്ഞു പോകത്തില്ല. അങ്ങനെ വേണേലും മാറ്റി ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാട്ടോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് പഠിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ മാറ്റിക്കോളാം. നമ്മൾ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും x1 x2 അല്ലേ റെപ്രസെന്റ് ചെയ്യാറ്. ആ ഫോമിൽ തന്നെ എഴുതിക്കോളൂ കേട്ടോ വേണേലും. സോ ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു p into y. അപ്പൊ ഈ മെട്രിക്സ് ആണ് p ആയിട്ട് നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ക്യാപിറ്റൽ എക്സ് ആയിട്ടാണ് കേട്ടോ. റെപ്രസെന്റേഷൻ എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാം. x is equal to capital X into y. Okay, ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആ ട്രാൻസ്ഫോർമേഷന്റെ ഇത് കംപ്ലീറ്റ് ആയി. അപ്പൊ എന്താ ചെയ്ത ക്യാപിറ്റൽ എക്സ് കണ്ടുപിടിക്കുക. ദെൻ x is equal to capital X into y ചെയ്യാം. ഓക്കെ, നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ x1 is equal to ഫസ്റ്റ് റോ കൊണ്ട് ആദ്യത്തെ കോളം മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 1 by root 2 y1 minus 1 by root 2 y2. Then x2 is equal to second row use ചെയ്തുകൊണ്ട് ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യും. So we get x2 is equal to 1 by root 2 y1 plus 1 by root 2 y2. Minus 1 by root 2 y2 and x2 is equal to 1 by root 2 y1 plus 1 by root 2 y2. Okay, ഈ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ശരിക്കും ഇത് ചെയ്യുന്നത്. ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ക്വാഡ്രാറ്റിക് ഫോമിന് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, then പ്രിൻസിപ്പൽ ആക്സിസ് ഫോം ഓർ കാനോണിക്കൽ ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് x is equal to xy. കാനോണിക്കൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ കഴിഞ്ഞു. ഓക്കെ, x is equal to xy എന്ന് എഴുതി അത് മൾട്ടിപ്ലൈ ചെയ്ത് കൂടി വെക്കും. ഈ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോമിനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് പ്രിൻസിപ്പൽ ഓർ കാനോണിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. ഫൈൻഡ് ദ നേച്ചർ ഓഫ് ദ ക്വാഡ്രാറ്റിക്. നേച്ചർ ഞാൻ പറഞ്ഞു തന്നു. പോസിറ്റീവ് ഡെഫിനിറ്റ്, നെഗറ്റീവ് ഡെഫിനിറ്റ്, പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്, നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ്. അങ്ങനെ ഒരു 5 കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ചു. എല്ലാം തന്നെയും ഐഗൺ വാല്യൂസിനെ ബേസ് ചെയ്ത് പറയും. ഐഗൺ വാല്യൂസ് രണ്ടും എന്താണ്? പോസിറ്റീവ് ആണ്. 2 and 32. സോ എന്ത് പറയാം? നേച്ചർ ഓഫ് ദ ക്വാഡ്രാറ്റിക് ഫോം പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയാം. കാരണം രണ്ടും പോസിറ്റീവ് ആണ്. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഡെഫിനിറ്റ്. എല്ലാം നെഗറ്റീവും ഒരെണ്ണം സീറോ ആണെങ്കിൽ ഒരു ടേം സീറോ എന്നല്ല, 2 ടേം, കുറഞ്ഞത് ഒരു ടേം എങ്കിലും സീറോ. ഓക്കെ, ഒരെണ്ണം സീറോ, ബാക്കി എല്ലാം തന്നെയും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറയും. ഇതേപോലെ അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും സീറോ, ബാക്കി എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് പറയും. ഇനി പോസിറ്റീവും നെഗറ്റീവും രണ്ടും കൂടി വരികയാണെങ്കിൽ എന്ത് പറയാം? ഇൻഡെഫിനിറ്റ് പറയും. ഓക്കെ, അപ്പൊ നേച്ചർ ഓഫ് ദ ക്വാഡ്രാറ്റിക് ഫോം കിട്ടും. 2 ചെറിയ ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്, അതുകൂടി നമുക്ക് ചെയ്യാം കേട്ടോ.
3 മാർക്കിനൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഞാൻ സിലബസ് അയച്ചെന്നതിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫോമാറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സിലബസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നോക്കണം കേട്ടോ. ഗ്രൂപ്പിൽ ഇട്ടിരുന്നു ഞാൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെറിയ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ടൈപ്പ് ഓഫ് കോണിക് സെക്ഷൻ ഇസ് റെപ്രസെന്റഡ് ബൈ ദ ക്വാഡ്രാറ്റിക് ഫോം? ഇത് ചോദിച്ചത് 8 മാർക്കിനെ കണ്ടത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഒരു എക്സാമിന് മാറ്റി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു എക്സാമിന് 10 മാർക്സിന് ചോദിച്ചിരുന്നു, ഒരു എക്സാമിന് 8 മാർക്സിന് ചോദിച്ചിരുന്നു. ഇത് പണ്ട് മുന്നത്തെ KTUല് S3-ലായിരുന്നു ഈ സിലബസ് ഉണ്ടായിരുന്നത്. 2019 ഓൺവേർഡ്സ് വേറെയാണ് സിലബസ്. ഈ 2019 വന്നപ്പോഴത്തേക്കും S3-യുടെ സിലബസിലത്തെ ലാസ്റ്റ് 2 മൊഡ്യൂളിനെയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇട്ട് തന്നിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ കറക്റ്റ് 2019 സ്കീമിൽ ഒരു എക്സാമേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതിനെ ബേസ് ചെയ്ത് നോക്കാൻ നമ്മൾക്കുള്ളൂ. ബാക്കി ഇത് S3-ലെ ടോപ്പിക് തന്നെയായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇത് ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു എക്സാമിന് 10 മാർക്കിനെ കണ്ട് ചോദിച്ചിട്ടുണ്ട്, ഒരു എക്സാമിന് 7, 8 ഇങ്ങനെ വേണമല്ലോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നമ്മുടെ മൊഡ്യൂള് കഴിഞ്ഞിട്ടോ, ക്വാഡ്രാറ്റിക്കോടുകൂടി നമ്മുടെ മൊഡ്യൂള് കഴിഞ്ഞു. എന്തായാലും ഒരു എക്സാം നമുക്ക് നടത്തണം എന്നുണ്ട്. ഇന്ന് വേണം എക്സാം. ഇപ്പൊ നോക്കിയാ കുറെ പേര് സബ്മിറ്റ് ചെയ്തിട്ടില്ല. അവരുടെ വീട്ടിലേക്കൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്. ആരും നിങ്ങൾക്ക് എല്ലാം റിലാക്സേഷൻ ഞാൻ തന്നിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ പറഞ്ഞോളൂ. കുറെ പേര് ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുന്നുണ്ട്. ആരൊരാൾ എപ്പോഴും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല. ഗൂഗിൾ ക്ലാസ് റൂം അതിലും ജോയിൻ ചെയ്യാത്ത കുറെ പേരുണ്ട്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാട്ടോ. ഇതെല്ലാം ടൈം. വാട്ട് ടൈപ്പ് ഓഫ് കോണിക് ഇസ് റെപ്രസെന്റഡ് ബൈ ദ ക്വാഡ്രാറ്റിക് ഫോം ബൈ റെഡ്യൂസിങ് ഇറ്റ് ഇൻടു കാനോണിക്കൽ ഫോം? ജസ്റ്റ് ഏത് കോണിക് ആണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. What type of conic? 3x square plus 22xy plus 3y square. ഏത് കോണിക് ആണെന്ന് മാത്രം ചോദ്യം. ആദ്യം മെട്രിക്സിലേക്ക് മാറ്റുക, then find the eigen values. അത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കോണിക് സെക്ഷനിലേക്ക് ആ കൺവേർഷൻ ചെയ്യും. First, find the matrix A. എന്നുള്ള മെട്രിക്സ് എങ്ങനെ എഴുതാം? Q is equal to X transpose AX or A is equal to ഈ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് സ്ക്വയർ ടേംസ് നോട്ട് ചെയ്യാം. സ്ക്വയർ ടേംസിന്റെ കോഎഫിഷ്യന്റ് 3, 3 ഡയഗണലി റെപ്രസെന്റ് എഴുതാം. Then xy യുടെ കോഎഫിഷ്യന്റ് 22 ആണ്. xy എന്ന് പറയുമ്പോൾ x1 x2 ആയിട്ട് കൺസിഡർ ചെയ്യാം. So 1, 2, 2, 1 എന്നുള്ള പൊസിഷൻസ് നോട്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ സോ A എന്നുള്ള മെട്രിക്സ് കിട്ടി. Then find the characteristic equation. Also find the eigen values. ഈ ക്വസ്റ്റ്യൻ ഒരു സപ്ലിമെന്ററി എക്സാം ഉണ്ടായിരുന്നു S3-ക്ക്. അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. What type of conic? Absentees വിളിച്ചിരുന്നു. അജ്മൽ പ്രസന്റ് ആണോ? അജ്മൽ ആബ്സെന്റ്. അപർണ? അതുൽ വി മേനൻ? ഹർഷൻ? സാദിഖ്? ഏത് കോണിക്കാന്ന് പറയണേ കേട്ടോ. ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്ത ഗ്രൂപ്പിൽ ഒന്ന് ഇടുക. അപ്പൊ ഞാനത് ഗ്രൂപ്പിൽ തന്നെ അത് ഡിസ്കസ് ചെയ്താൽ കഴിഞ്ഞു. പ്രോബ്ലം ഞാൻ ചെയ്തു തരാം, അറിയുന്നില്ലെങ്കിൽ ചെയ്തു തരാം.
ഗൂഗിൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാത്തവരാ ഗ്രൂപ്പിൽ ആരാ ജോയിൻ ചെയ്യാത്ത ഇന്നിപ്പോ കണ്ടുപിടിച്ച് പറയാൻ. ഐഗൺ വാല്യൂസ് കിട്ടിയോ മക്കളെ? Anyone got the answer? Eigen values. മെട്രിക്സ് ഫോം ചെയ്യാൻ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോട് പറഞ്ഞു തരാം. ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. വിളിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അറിയാതെ മിണ്ടാതിരിക്കരുത് കേട്ടോ. ഒരു ക്ലാസ് കൂടി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. എന്നാണ് എക്സാം വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഗ്രൂപ്പിൽ പറയും. നെക്സ്റ്റ് ഡേ വേണേൽ അങ്ങനെയാവാം. 1-ാം തീയതി വേണേലും അങ്ങനെ ആവാം. നമുക്ക് വെള്ളിയാഴ്ച വേണേലും 1-ാം തീയതി അല്ലെ പരീക്ഷയില് തുടങ്ങാൻ പുതുവർഷം ന്യൂ ഇയർ. ഡേറ്റ് നിങ്ങൾ പറഞ്ഞോ കേട്ടോ. എന്നിട്ട് പരീക്ഷ എഴുതാതിരിക്കരുതേ, കൃത്യമായിട്ട് പഠിച്ചോളണം. നിയാസിന് എന്താ ഫെബ്രുവരിയിലോ പരീക്ഷ വേണ്ടത്? ഒരു മൊഡ്യൂള് കഴിഞ്ഞിട്ട് നിയാസേ? അങ്ങനെയൊക്കെ ഫെബ്രുവരി എന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോ ഒരു ഡേറ്റ് തരും. അപ്പൊ അടുത്ത അവർ പരീക്ഷ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞില്ല കേട്ടോ. ഇത് റിലാക്സേഷന് വേണ്ടി ചോദിച്ചപ്പോഴുണ്ട് നിയാസ് പറയുന്നത് ഫെബ്രുവരിയിൽ മതി എന്നല്ല. അപ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റി എക്സാം വരും കേട്ടോ. അന്നേരം യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാവും നിങ്ങൾക്ക്. സീരീസ് ഒക്കെ ഉണ്ടാവും കേട്ടോ മക്കളെ. 2 ഇന്റേണൽ എക്സാംസ് ഉണ്ട്. അതിൽ മാർക്ക് കിട്ടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് 25 മാർക്സ് കിട്ടും. ഓൺലൈന് അതൊക്കെ പിന്നീട് പറയും. ഇപ്പൊ തന്നെ ഓൺലൈൻ ഓഫ്ലൈൻ്റെ എന്ന് നിങ്ങൾ നോക്കണം. വേറെ യൂണിവേഴ്സിറ്റി എക്സാം ഓഫ്ലൈൻ തന്നെയാണ്. അതിൽ യാതൊരു സംശയം വേണ്ട കേട്ടോ. ബാക്കിയുള്ളതിന്റെയൊക്കെ തീരുമാനം ഇപ്പൊ വന്നോളൂ. ഫെബ്രുവരി അല്ലേ? നിങ്ങളോടിപ്പോ ഡേറ്റ് ചോദിച്ചതാ മിസ്റ്റേക്ക് ആയേ തോന്നണം. എല്ലാ മൊഡ്യൂളും കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റാ പറയുന്നത്. അല്ലെങ്കിൽ ഞാനൊരു ഡേറ്റ് പറയാം. എല്ലാം വിധി തന്നെയാടാ. ന്യൂ ഇയറിന് ലീവോ? നിങ്ങൾ ഇത്രയും വർഷം ഇവിടെ ഒന്നും പഠിച്ചിട്ടില്ല. എന്തെങ്കിലും കേരളത്തിൽ ലീവ് കിട്ടിയിട്ടുണ്ടോടാ ന്യൂ ഇയറിന്? ഈശ്വര സംശയമാണ്. 1-ാം തീയതി ആയിട്ട് ലീവ് തന്നെ വേണമല്ലേ? ബാക്കിയുള്ള ദിവസം മുഴുവൻ ലീവ് തന്നെയല്ലേ കേരളത്ത്? അജിത്തിന് ഇപ്പോ ഓക്കെ. നിങ്ങളുടെ ഡേറ്റ് പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു ഡേറ്റ് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. മക്കളെ മീറ്റിംഗ് എന്തോ കട്ടാവില്ല. എന്തായാലും മക്കൾ ലീവ് ചെയ്തോളൂ കേട്ടോ മീറ്റിംഗ്. ഓക്കെ.